നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരളത്തിൻ്റെ പ്രത്യേകിച്ച് തലശ്ശേരിയുടെ തനതായ രുചി യു എയിൽ എത്തിച്ചുകൊണ്ട് തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ വലിയൊരു റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പാണ് അരിറൊട്ടി. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ ഫറൂഖ് പാലോട്ടാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക്. സർ, നമസ്കാരം. താങ്ക് യു. എങ്ങനെയാണ് അരിറൊട്ടി എന്ന് പറയുന്ന ഈ ഒരു വലിയ കൺസെപ്റ്റിൻ്റെ തുടക്കം? ഇതെങ്ങനെയാണ് ഇത്രമാത്രം വളരെ വേഗത്തിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തപ്പെട്ടത്? അതിൻ്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് താങ്കളുടെ വാക്കുകൾ ശ്രദ്ധേയമായിരിക്കും. ഞാനിവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്ത ആളോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധമുള്ളോ അങ്ങനെയുള്ളൊരു അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ 1978 ഇവിടെ ദുബായിൽ വന്നു. അതിനുശേഷം ജോലിയെടുത്തൊക്കെ പല ബാങ്കുകളിലായിട്ടാണ്. ഞാൻ 24 വർഷത്തോളം ദുബായ് ഇസ്ലാമിക് ബാങ്കിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് എന്നും ഒരു പാഷനായിട്ടുള്ള ഈ ഭക്ഷണ കാര്യത്തിൽ, അതുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള ഒരു പരിപാടിയായിട്ട് മുമ്പോട്ട് പോയിക്കൂടെ എന്നാണ് ചോദിച്ചപ്പോൾ അതിന് എൻ്റെ ഫാമിലി സപ്പോർട്ടുണ്ട്. കുട്ടികളും എന്നിട്ട് ബന്ധുക്കളും മരുമക്കളും എല്ലാമായി, പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടി അതിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അതിന് ഒരു ആദ്യമായിട്ട് ഈ അരിറൊട്ടി എന്ന പേരുണ്ടാകാൻ കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ഈ തലശ്ശേരി അതിന് ആദ്യം തന്നെ ഈ പേര് നിർദ്ദേശിച്ചത് തന്നെ എൻ്റെ അനുജനാണ്. എൻ്റെ അനുജൻ അനസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവനത് പറഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു പേര് അത്ര ഇങ്ങനെ ഒരു എഫക്റ്റായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ മകളത് അപ്പം തന്നെ കമ്പ്യൂട്ടറിൽ പറ്റിയിട്ട് ഡിസൈൻ ചെയ്തു. അപ്പോൾ അത് ഇന്ന് കാണുന്ന ആ ഡിസൈന് അരിറൊട്ടി എന്ന് ഇട്ട് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് അത് ഒരു എഫക്റ്റായി. അത് മകളാണത്, അതിൻ്റെ ആ ലെറ്റർ ഡിസൈൻ ചെയ്തത് അവളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കുടുംബ പ്രൊജക്റ്റാണ്. അതിൻ്റെ കൂടെ ഒരു ഫാമിലി, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കൂടെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ. അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഇത് ഇങ്ങനെ ഷെയർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ വൈഫ് ഇങ്ങനെ, കാരണം വൈഫ് ഇത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാനിവിടെ നിന്ന് നാട്ടിലേക്ക് പോയി ഞാൻ എൻ്റെ സോഷ്യൽ പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകുമ്പോൾ കുട്ടികളൊക്കെ ഇവിടെയുള്ള സ്ഥിതിക്ക് അവൾ തനിച്ചായി പോകുന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് വേണ്ട, നമുക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്യാം, സോഷ്യൽ ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ നിന്നും ചെയ്യാലോ എന്നുള്ള നിലയിലാണ് ഈ ഒരു പരിപാടി തുടങ്ങുന്നത്. ശരിക്കും അപ്പോൾ ഒരു സംശയം നിലനിൽക്കുന്നത്, ഈ ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഇതൊന്നുമല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരാണ്. അതായത് കസ്റ്റമേഴ്സ് എന്നാണ് നമുക്ക് വിളിക്കാൻ പറ്റുക. അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലും ഒരു കുടുംബത്തിൽ വിളമ്പുന്ന രീതിയിലുള്ള ഒരു സംശുദ്ധി ഉണ്ടാവുമോ? അതിപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ അതിന് ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഫാമിലി നമ്മളൊരു വീട്ടിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു ഫീൽ ഉണ്ടായിരിക്കണം എന്ന് എല്ലാവരും കൂടി തീരുമാനിക്കണം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ചിലപ്പം നമ്മൾ വീട്ടിലെന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് അത് തന്നെ ഇവിടെയും ഉപയോഗിക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനം, എൻ്റെ വീട്ടിൽ എന്താണോ ഉപയോഗിക്കുന്നത് അത് തന്നെ, ആ ഓയിൽ, അതുപോലുള്ള ഫ്രഷ് ഫിഷ്, ഫ്രഷ് ചിക്കൻ, അതുപോലെ ഡൽഹി മട്ടൻ, ഇങ്ങനെയുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ തുടങ്ങിയതല്ല. അതുകൊണ്ട് ലാഭത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വലിയൊരു ഇതൊന്നും നടത്തി. പക്ഷേ എന്താ വെച്ചാൽ ഇതിപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഇത് കണ്ട ഇപ്പം അജീനോമോട്ടോ ഇതിപ്പോൾ അധിക റെസ്റ്റോറൻറ്റ്സും യൂസ് ചെയ്യാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നല്ല ഭക്ഷണം കൊടുക്കുന്നിടത്ത് ഹോട്ടലുകളിൽ ആളുകൾ അറിഞ്ഞു വരും, അവരോട് സംഗതി പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുകയും ചെയ്യും. അവർ ഈ എത്ര പ്രൈസ് എന്നുള്ളത് ഒരു വലിയ പ്രോബ്ലമല്ല. ശരിക്കും നല്ല ഭക്ഷണമാണെങ്കിൽ നമുക്ക് നമ്മളെ ആ ഒരു വലിയൊരു ലാഭമൊന്നും എടുക്കാതെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ വേറൊന്നും വെച്ചാൽ എൻ്റെ ഒരു ആരാധനയുടെ ഭാഗം കൂടിയാണ് ഞാനിത് കാണുന്നത്. മനസ്സിലായില്ലേ? ഒരു ഭാഗത്ത് ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അവരുടെ സംതൃപ്തി, അതിനും കൂടി നമ്മളൊരു മാർക്കിടണം. അല്ലാണ്ട് വെറുതെ നമ്മളെപ്പോഴും ഒരു പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടി അങ്ങനെ ആകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്തിട്ട് നമ്മൾ ഒരു വലിയൊരു ഇതൊന്നും ഇല്ലാതെ അങ്ങനെയാണ് നടത്തുന്നത്. കേരളത്തിലെ തലശ്ശേരിയും യു എയിലെ ദുബൈയും തമ്മിൽ വലിയ ദൂരമാണുള്ളത്. അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ആ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അരിറൊട്ടി ആ ദൂരം
എങ്ങനെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പലരുമായിട്ട് സഹായിച്ചിട്ട് തുടങ്ങിയതാണ് തന്നെയാണ്. ഇതിൻ്റെ ഒരു മാനേജിങ് എന്ന് പറയുന്നത് ഞാനും എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും ഒക്കെ അടങ്ങുന്ന, പിന്നെ അതോടുകൂടി ഭാര്യയുടെ മക്കളുടെ സപ്പോർട്ട്, പിന്നെ പുതിയാപ്പിളമാർ, അങ്ങനെ അവരൊക്കെ കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു നടത്തിപ്പ് നടക്കുന്നത്. അപ്പോൾ തലശ്ശേരിയായിട്ട് ബന്ധം എന്ന് വെച്ചാൽ തലശ്ശേരിയിൽ ഇന്നും ഫുഡിന് വളരെയധികം പിന്നെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. വളരെയധികം നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എനിക്കറിയാം, എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കുക്കാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ ഈ ഹോട്ടൽ തുടങ്ങിയപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇവിടുത്തെ മെയിൻ ഷെഫിനെ 4 പേരെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഞാൻ ഷാർജയിലുള്ള എൻ്റെ വില്ലയിൽ അവരെ കുറച്ച് കാലം താമസിപ്പിച്ചു. എന്നിട്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുത്തു. എൻ്റെ വൈഫും മക്കളൊക്കെ കൂടിയിട്ടാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇത് ഒരാൾ ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല മറ്റൊരാൾ ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയാണ്. ഇപ്പോൾ ഒരു 2 ടേബിളിൽ 2 ആൾ ഇരുന്ന് കഴിഞ്ഞാൽ രണ്ടാൾ കഴിക്കുന്ന ഒരേ ഭക്ഷണമായിരിക്കും. പക്ഷേ ഒരാൾ അതിനെപ്പറ്റി വളരെ അപ്രീഷിയേറ്റ് സംസാരിക്കും, അതേസമയം മറ്റൊരാൾ അത് ആ ഒരു സ്ഥലത്തിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും നമുക്ക് ഇന്നുവരെ കിട്ടിയ ഒരു 90-95% ഇപ്പോൾ ഫീഡ്ബാക്കും വളരെ നല്ലതാണ്. ഇപ്പം തന്നെ ഞാൻ പറയാം, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ ഒരു ഇത് വന്നിട്ട് അജ്മാലിൽ ഞങ്ങൾ ഗോൾഡൻ സ്പൈസ് എന്നൊരു റെസ്റ്റോറൻറ്റ് അത് ഏറ്റെടുത്ത് നടത്തിയത്. അപ്പോൾ അവിടെ ഇത് തന്നെ സംഭവം, ഇതിൻ്റെ ഒരു സിസ്റ്റർ കൺസേൺ ആണത്. അപ്പോൾ അജ്മാലിലെ ആ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് അതിന് കണക്കായിട്ടുള്ള വിലയും ഇതൊക്കെ നിശ്ചയിച്ചിട്ടാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെയും പിന്നെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നന്നായിട്ട് ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം അത് തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് 29 ഒക്ടോബറിനാണ് ഞങ്ങളിത് തുടങ്ങിയത്, ഈ സ്ഥാപനം തുടങ്ങിയത് കഴിഞ്ഞ വർഷം. ഈ വർഷം 29 ഒക്ടോബറിന് തന്നെയാണ് ഞങ്ങൾ ഗോൾഡൻ സ്പൈസി ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ദ ടേസ്റ്റ് ഓഫ് തലശ്ശേരി തന്നെയാണ് ഇതിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ. എങ്ങനെയാണ് പേര് ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഗുണകരമാകണം? അവിടെ അത് തന്നെയാണ് ഞങ്ങൾ ഒരു കുറേ പെർസെൻറ്റേജ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പേരിൻ്റെ ഒരു ക്യാച്ചാണ് നമുക്ക് ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഇത് തരുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്തായാലും നമുക്ക് എന്നും ഉണ്ടാവും, അത് നമ്മൾ ആ പ്രാർത്ഥനയും ഇത് ഉണ്ടായിട്ട്. പക്ഷേ ആ ഒരു പേരിൻ്റെ ഒരു ക്യാച്ച് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ നമുക്ക് അള്ളാഹു തരുന്ന അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ തലശ്ശേരിയിലുള്ള ഏത് വീട്ടിൽ പോയിട്ട് എന്ത് പരിപാടി നടന്ന് അവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇത് അവിടെ ഇല്ലാതിരിക്കില്ല. അവിടെ ഒരു സൽക്കാരമുണ്ട് അല്ലെങ്കിൽ ഒരു പാർട്ടി ഉണ്ട്, ഈവൻ നിങ്ങൾ 2 ദിവസം ഒരു വീട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ പോലും അവിടെ 2 ദിവസത്തിനിടയിൽ നിങ്ങൾ ഈ അരിറോട്ടി കഴിച്ചിരിക്കും. കാരണം അത്രയ്ക്കൊരു പിന്നെ ഒരു തലശ്ശേരിയുമായി ബന്ധപ്പെടുന്ന ഒരു വലിയൊരു പേരാണ് ഈ അരിറോട്ടി. ഒരു സാധാരണ ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് താങ്കൾ ചിന്തിക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്? ഇത് അവിടുത്തെ നമ്മളെ തലശ്ശേരിയിലുള്ള ഇപ്പോൾ പുഴുങ്ങൽ റൊട്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്, പിന്നെ ഈ സ്റ്റഫ്ഡ് അടുക്ക് റൊട്ടി നട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഈ മുട്ടമാല, പിന്നെ ഏറ്റവും കാര്യമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ തലശ്ശേരി ബിരിയാണി. ഇപ്പോൾ ഇവിടെയുള്ള നിങ്ങൾക്ക് തന്നെ കാണാൻ മനസ്സിലാവും, ഇത് പല പരസ്യങ്ങളും വരുന്നുണ്ട്. തലശ്ശേരി ബിരിയാണി, തലശ്ശേരി പലരും അതൊരു വലിയൊരു ട്രെൻഡാണ്. തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പേരാണ്. തലശ്ശേരി ദം ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി, അതിൻ്റെ ആ റിയൽ ടേസ്റ്റിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ചില ദിവസങ്ങളിൽ ചിലർ പറയും ഇത് ദമ്മായിട്ടുള്ള അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ആ മനഗതി അനുസരിച്ചുള്ളതാണ്. പക്ഷെ എന്ത് തന്നെയായാലും ഞാൻ പറഞ്ഞില്ല, ഒരു മാക്സിമം ആളുകളും അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം തലശ്ശേരി ദം ബിരിയാണി, പിന്നെ ഈ തലശ്ശേരിയിലുള്ള വിഭവങ്ങൾ, മറ്റുള്ള ഈ പുഴുങ്ങൽ റൊട്ടി, നെയ്പ്പത്തിരി, പിന്നെ മുട്ടസിറുക്ക, ഇങ്ങനത്തെ കുറേ വിഭവങ്ങൾ, നമ്മളതായ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വളരെ അതിൻ്റെതായ ഇതോട് കൂടിയിട്ട് അതിൻ്റെ തനിമയോട് കൂടി ഇവിടുന്ന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ഥാപനം തലശ്ശേരിയുടെ ഒരു ഭാഗമായിട്ടാണ് നടത്തുന്നത് എന്നുള്ളതിന് നമ്മൾ വിജയമാണ് ശരിക്കും പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ അരിറൊട്ടി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കാണെന്നറിയാം. കുടുംബക്കാരെ എങ്ങനെയാണ് ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് പോകുന്നത്? എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ തലശ്ശേരിയുടെ തനതായ ഫുഡ് എന്ന് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് വളരെയധികം. ഇപ്പം ഈവൺ ചിക്കൻ പോലും ഞങ്ങൾ ഷാർജയിൽ നിന്നും അറുത്ത് വാങ്ങിയിട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ പിന്നെ ഈ ഫ്രോസൺ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ എന്ത് തന്നെയാലും മെയിൻ കോഴ്സിലൊക്കെ ഇത് വളരെയധികം പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ഡൽഹി മട്ടനാണ് ഉപയോഗിക്കുന്നത്, ഫ്രഷ് ഫിഷാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീട്ടിൽ നിന്ന് എങ്ങനെയാണോ ഒരു ഭക്ഷണം കഴിക്കുന്നത് അതേ നിലയിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ധൈര്യത്തിൽ ആർക്കും വന്ന് കഴിക്കാം. പിന്നെ ഈ MSG ഒന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ആ ഒരു കാര്യം ആണ്. ഞാനിവിടെ 1978 മുതൽ ഇവിടെ ഉള്ളതാണ്. ഇപ്പം അവസാനമായി ദുബായ് ഇസ്ലാമിക് ബാങ്കിൽ 24 വർഷം വർക്ക് ചെയ്തു. അവിടെ നിന്നാണ് റിട്ടയർ ചെയ്തത്. അതിനുശേഷമാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. പിന്നെ ഈ ഫീൽഡിലേക്ക് വരാനൊരു കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വൈഫിൻ്റെ ഒരു ഇത് അതോടുകൂടി തന്നെ അവരുടെ കുടുംബക്കാരൊക്കെ ഈ നാട്ടിൽ നമ്മൾ എറണാകുളത്ത് അലിബാബ ആൻഡ് 41 ഡിഷസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ തന്നെ വൈഫിൻ്റെ കസിൻ നടത്തുന്ന അവരാണ് അതിൻ്റെ മാനേജ്മെൻറ്റ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവരൊക്കെയാണ് നമ്മൾ
ഒരു ഇത് ചെയ്തു. അപ്പോൾ അവരൊക്കെ ഇവിടെ വന്നിരുന്നു നമ്മൾ തുടങ്ങുമ്പോൾ. എന്നിട്ട് വന്നിട്ട് പിന്നെ അവരൊക്കെയാണ് സെറ്റപ്പ് ചെയ്യാനുള്ള സഹായിച്ചത്. മൂത്ത മകൻ ഫർസാൻ ആണ്, അയാൾ അവന് എഞ്ചിനീയറാണ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. പിന്നെ രണ്ടാമത്തെ മകൻ ഫിറാസ് ഫാറൂഖ്, അവനിവിടെ ലാംപ്രൽ ഷാർജയിൽ അവിടെ അവന് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറാണ്. പിന്നെ മകള് മൂന്നാമതുള്ളത് മകളാണ് ഫാദിയ ഫാറൂഖ്. ഫാദിയ അവൾ ഹൗസ് വൈഫാണ്, പക്ഷേ അവളുടെ ഭർത്താവ് ഇനോക്കിൽ മുഹമ്മദ് ഫസീൽ പിന്നെ നമ്മുടെ ഇനോക്കിൽ വർക്ക് ചെയ്യാണ്. ഐറ്റ പാർട്ട്നേഴ്സൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 12 പേരുണ്ട്. അപ്പോൾ ഏറ്റവും ഇപ്പോൾ അതിൽ 8 പേരോളം കുടുംബക്കാർ തന്നെയാണ്. ബാക്കിയുള്ള 4 പേര് എൻ്റെ നമ്മളെ VK സക്കരിയ, പിന്നെ നാസിയും, പിന്നെ അബൂബക്കർ പോക്കൂട്ടി എന്ന് പറഞ്ഞ ഷാർജയിൽ ഞാനും ഈ അബൂബക്കറും നമ്മൾ ഒന്നിച്ച് റിട്ടയർ ചെയ്തതാണ് ദുബായ് ഇസ്ലാമിക്. അപ്പോൾ നമ്മൾ രണ്ടാളാണ് ഇതിൻ്റെ പാർട്ട്നേഴ്സായിട്ട് ശരിക്ക് ഇതിൽ റെക്കോർഡിക്കലുള്ളത്. പിന്നെ സലീം അത്തോളി, അങ്ങനെ കുറച്ച് പേര്, അങ്ങനെ ഒരു 4 പേര് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഇതിൽ പാർട്ട്നേഴ്സുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 80% നമ്മളൊരു കുടുംബ പ്രൊജക്റ്റും അവരൊക്കെ കൂടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അൽഹംദുലില്ലാഹ് അങ്ങനെ ഇതായിട്ട് പോകുന്നത്. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങളുടെ പ്രേക്ഷകരുമായി സംബന്ധിച്ച് ഞങ്ങളുടെ ഹൃദയമായി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.